ഒരു മുന്നറിയിപ്പ് തരാനാണ് വിളിച്ചത്. ഒരു വീട് നോക്കിയൊക്കെ നന്നായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റൽ, പെയിൻ ഗസ്റ്റ് ആയിട്ടൊന്നും മതി. ചന്ദ്രയ്ക്ക് തന്നെ വേറൊന്നുമല്ല, സ്ഥിരം ദേവിയുടെ കൂടെ തന്നെയാണല്ലോ. ആ അടുപ്പം എത്ര കണ്ട് മുഴുകുന്നു അത്ര കണ്ട് നിങ്ങൾ നമ്മുടെ അടുപ്പം കുറയും. പറയാനൊന്നുമില്ല സ്ഥലത്ത് ഞങ്ങളിപ്പോ 2 ധ്രുവങ്ങളാണ്. ഇനി ഒരിക്കലും ഞങ്ങൾ ഒന്നിക്കില്ല. അത്ര ഡിവോഴ്സ് ചെയ്യുന്നത് എന്തിനാ ഇങ്ങനെ തലകിച്ച് ജീവിക്കുന്നത്? ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, ഡിവോഴ്സ്. ഞാൻ പക്ഷെ അത് കൊടുക്കില്ല. അങ്ങനെ ഇപ്പൊ ചോദിക്കണം. ഡിവോഴ്സ് കിട്ടിയ ദിവസം സിദ്ധു ദേവിയെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കരുത്തറിയോ, ഒറ്റയ്ക്ക് ഞാൻ ഫൈറ്റ് ചെയ്തു. എന്നെ സഹായിക്കാൻ ആരും സ്ഥലത്തിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ ദേവിയെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കിത്താ, എങ്കിലേ സിദ്ധു 10 താഴും. അതിനുവേണ്ടിയല്ലേ ചന്ദ്ര ഞാൻ കല്യാണം ഉറപ്പിട്ടെടുത്ത് കഴിക്കാൻ. ഞാനും നിത്യതയുടെ കല്യാണം നടന്നു എന്ന് പറഞ്ഞ അതിനർത്ഥം ദേവികയുടെ എല്ലാ ഇടപാടുകളും അതോടെ അവസാനിച്ചു. ഞാനൊരു കൂട്ടോടെ പിന്നെ രക്ഷിക്കാൻ ഒരുത്തിനും പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പോവല്ലേ. കല്യാണ ദിവസം ആവട്ടെ. അതിനുമുമ്പ് ഞാൻ ചില ദുസൂചനകൾ കാണുന്നുണ്ട്. സിദ്ധുവും ദേവിയും കൂടി കല്യാണം പൊളിക്കാൻ ഇറങ്ങിയിരിക്കുക. അപ്പുറം ശ്രമങ്ങൾ വിജയിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും ശ്രദ്ധിക്കാനുള്ള നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. എല്ലാം ഭംഗിയായിട്ട് നടക്കിച്ചത്. എന്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ ഒരുമിച്ചിരിക്കാം. എന്നാലേ വീഴാതിരിക്കും.